ഗുരുവായൂർ അമ്പലത്തിൽ കാലു കഴുകിയ ജാസ്മിൻ ജാഫറിന്റെ റീൽസ് വീഡിയോക്ക് പിന്നാലെ പുണ്യാഹം നടത്താൻ ഒരുങ്ങി ദേവസ്വം ബോർഡ്. ഹലോ, അപ്പോൾ കൊള്ളല്ലേ തിരക്കിടില്ല കൊള്ളല്ലേ. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചിടത്ത് നാളെ ശുദ്ധികർമ്മങ്ങൾ നടത്തും. അറിയാലോ, അതേറെ നന്നായി. ഗുരുവായൂർ അമ്പലത്തിൽ കാലു കഴുകിയ ജാസ്മിൻ ജാഫറിന്റെ റീൽസ് വീഡിയോക്ക് പിന്നാലെ പുണ്യാഹം നടത്താൻ ഒരുങ്ങി ദേവസ്വം ബോർഡ്. കുറ്റം ചെയ്തിട്ട് അന്യനെ തന്നെ കെട്ടിവെക്കുന്നോ? ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക് കൊണ്ടുപോവാ. പുണ്യാഹം തെറിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. നാളെ കാലത്ത് 5 മണി മുതൽ ഉച്ച വരെ ഈ ശുദ്ധികർമ്മങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് ജാസ്മിൻ. ഓണമല്ലേ വരുന്നത്, അതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് ഒരു റീൽസ് എടുത്താൽ നല്ല റീച്ച് കിട്ടും. അതാണിപ്പോൾ പണിയായത്. തനി നാടൻ ലുക്കിൽ സാരിയും എടുത്ത് അതിസുന്ദരിയായിട്ടാണ് വീഡിയോയിൽ ജാസ്മിൻ ജാഫർ. അമ്പലക്കുളത്തിൽ നിന്ന് കാലു കഴുകി കയറി വരുന്നത് വീഡിയോയിൽ കാണാം. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ്. പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അധികാരികൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത്. ഇത് വിവാദമായതോടെ ജാസ്മിൻ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടയിലാണ് കുളം അശുദ്ധിയായതിനാൽ ശുദ്ധി കലശം വേണമെന്ന് ദേവസ്വം അറിയിച്ചത്. ഇങ്ങനെ പെൺമക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. നിരവധി പേരാണ് ഇതിനെ കളിയാക്കിക്കൊണ്ട് കമന്റുകൾ ഇടുന്നത്. ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ്? എനിക്കൊന്ന് പറയാനുള്ളത്, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. അല്ലടാ, അതെ സംഭവം. മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധിയാവുന്നതാണോ കുളം? ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. ജാസ്മിൻ ചെയ്ത തെറ്റ് തന്നെയാണ്. എന്നാൽ അതിന് കുളം പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.